എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്ഥിര ജോലി നോക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ധാരാളം പോസ്റ്റുകളുണ്ട്. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ പോസ്റ്റിന്റെ വേക്കൻസിയും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. ലെവൽ 11 ആണ് സാലറി സ്കെയിൽ. 45 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. 45 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അസിസ്റ്റന്റ് ലൈബ്രറിയൻ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. അസിസ്റ്റന്റ് രജിസ്ട്രാർ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. പബ്ലിക് റിലേഷൻ ഓഫീസർ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. റിസർച്ച് ഓഫീസർ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. സിസ്റ്റം അനലിസ്റ്റ് 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. ക്യൂറേറ്റർ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ലെവൽ 10 ആണ് ഈ പറഞ്ഞ പോസ്റ്റിലേക്കുള്ള സാലറി സ്കെയില്. അടുത്ത ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. സെക്ഷൻ ഓഫീസർ ഒരു വേക്കൻസി ഉണ്ട്, 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ്. പ്രൈവറ്റ് സെക്രട്ടറി ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്, 2 വേക്കൻസി ഉണ്ട്, 40 വയസ്സ് ഏജ് ലിമിറ്റ്. സീനിയർ അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബി ആണ്, ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. 8 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. പേഴ്സണൽ അസിസ്റ്റന്റ് 40 വയസ്സിന് ഏജ് ലിമിറ്റ്, 8 വേക്കൻസി ഉണ്ട്. പ്രൊഫഷണൽ അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബി ആണ്, സാലറി സ്കെയിൽ ലെവൽ 6 ആണ്, 2 വേക്കൻസി, 40 വയസ്സ് ഏജ് ലിമിറ്റ്. ജൂനിയർ എഞ്ചിനീയർ സിവില് ഗ്രൂപ്പ് ബി ആണ് പോസ്റ്റ്, 40 വയസ്സ് ഏജ് ലിമിറ്റ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഗ്രൂപ്പ് ബി ആണ് പോസ്റ്റ്, 40 വയസ്സ് ഏജ് ലിമിറ്റ്. അസിസ്റ്റന്റ് ആർച്ചിവിസ്റ്റ് 40 വയസ്സുള്ള ഏജ് ലിമിറ്റ്, 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്. സെമി പ്രൊഫഷണൽ അസിസ്റ്റന്റ് 7 വേക്കൻസി ഉണ്ട്, 40 വയസ്സുള്ള ഏജ് ലിമിറ്റ്, ലെവൽ 5 ആണ് സാലറി സ്കെയിൽ. അസിസ്റ്റന്റ് മാനേജർ ഗസ്റ്റ് ഹൗസ് ലെവൽ 5 ആണ് സാലറി സ്കെയിൽ, 40 വയസ്സുള്ള ഏജ് ലിമിറ്റ്. സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്, ലെവൽ 5 സാലറി സ്കെയില്, 40 വയസ്സുള്ള ഏജ് ലിമിറ്റ്. അടുത്തത് അസിസ്റ്റന്റ് ആണ്, ഗ്രൂപ്പ് സി ലെവൽ 4 ആണ് സാലറി സ്കെയിൽ, 5 വേക്കൻസി ഉണ്ട്, 40 വയസ്സുള്ള ഏജ് ലിമിറ്റ്. സ്റ്റെനോഗ്രാഫർ ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്, ലെവൽ 4 ആണ് സാലറി സ്കെയിൽ, 40 വയസ്സുള്ള ഏജ് ലിമിറ്റ്. ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്, ലെവൽ 4 സാലറി സ്കെയിൽ, 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 4 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡ്രാഡ്സ്മാൻ ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്, 1 വേക്കൻസി ഉണ്ട്, 40 വയസ്സുള്ള ഏജ് ലിമിറ്റ്. അടുത്ത വർക്ക് അസിസ്റ്റന്റ് ആണ്. വയർമാൻ ടെലിഫോൺ, കാർപ്പന്റർ, മേസൺ, പ്ലംബർ, പമ്പ് ഓപ്പറേറ്റർ, മീറ്റർ റീഡർ, 19 വേക്കൻസി ഉണ്ട്, ലെവൽ 3 സാലറി സ്കെയിലാണ്, 40 വയസ്സുള്ള ഏജ് ലിമിറ്റ്. ലിഫ്റ്റ് ഓപ്പറേറ്റർ ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്, ലെവൽ 2 സാലറി സ്കെയിൽ, 40 വയസ്സ് ഏജ് ലിമിറ്റ്, 2 വേക്കൻസി ഉണ്ട്. ജൂനിയർ അസിസ്റ്റന്റ് 46 വേക്കൻസി ഉണ്ട്, ലെവൽ 2 ആണ് സാലറി സ്കെയിൽ, 40 വയസ്സുള്ള ഏജ് ലിമിറ്റ്. കുക്ക് 27 വേക്കൻസി ഉണ്ട്, ലെവൽ 2 സാലറി സ്കെയിൽ, 40 വയസ്സുള്ള ഏജ് ലിമിറ്റ്. MDS 15 വേക്കൻസി ഉണ്ട്, ലെവൽ 1 ആണ് സാലറി സ്കെയിൽ, 40 വയസ്സുള്ള ഏജ് ലിമിറ്റ്. അടുത്ത മെസ് ഹെൽപ്പർ ആണ്, 30 വേക്കൻസി ഉണ്ട്, ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്, ലെവൽ 1 ആണ് സാലറി സ്കെയിൽ. അടുത്ത എഞ്ചിനീയറിംഗ് അറ്റൻഡന്റ് ആണ്, 30 വേക്കൻസി ഉണ്ട്, 40 വയസ്സ് ഏജ് ലിമിറ്റ്. ലബോറട്ടറി അറ്റൻഡന്റ് 8 വേക്കൻസി ഉണ്ട്, 40 വയസ്സ് ഏജ് ലിമിറ്റ്. ലൈബ്രറി അറ്റൻഡന്റ് 2 വേക്കൻസി ആണ്, 40 വയസ്സ് ഏജ് ലിമിറ്റ്. ആനിമൽ അറ്റൻഡന്റ് 4 വേക്കൻസി, 40 വയസ്സ് ഏജ് ലിമിറ്റ്. ഗ്രൗണ്ട്സ്മാൻ 3 വേക്കൻസി ഉണ്ട്, 40 വയസ്സ് ഏജ് ലിമിറ്റ്. അടുത്ത ആന്റി മലേറിയ വർക്കർ 4 വേക്കൻസി ഉണ്ട്, 40 വയസ്സ് ഏജ് ലിമിറ്റ്. അങ്ങനെ ടോട്ടൽ 267 വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. സോ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബി ഓർ ബിടെക് ആണ്, 50% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്ത സിവിലാണ് എഞ്ചിനീയർ, സിവിൽ ബിടെക് ഉണ്ടായിരിക്കണം, 55% മാർക്ക് ഉണ്ടായിരിക്കണം. ഓവറാൾ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് ലൈബ്രറിയനാണ്, മാസ്റ്റർ ഡിഗ്രിയും എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ മാസ്റ്റർ ഡിഗ്രിയും 50% മാർക്ക് ഉണ്ടായിരിക്കണം മാസ്റ്റർ ഡിഗ്രിയിൽ. പബ്ലിക് റിലേഷൻ ഓഫീസറാണ്, 55% മാർക്കോടെ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം, 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. റിസർച്ച് ഓഫീസറാണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 55% മാർക്കോടെ മാസ്റ്റർ ഡിഗ്രി വിത്ത് 8 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അടുത്ത സിസ്റ്റം അനലിസ്റ്റ് ആണ്, ബി ഓർ ബിടെക് ആണ് പറഞ്ഞിരിക്കുന്നത്, 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ MA ഓർ MTech ഉള്ളവർക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ക്യൂറേറ്റർ മാസ്റ്റർ ഡിഗ്രി വിത്ത് 55% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, 8 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സെക്ഷൻ ഓഫീസർ ബാച്ചിലർ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ, കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. പ്രൈവറ്റ് സെക്രട്ടറി ബാച്ചിലർ ഡിഗ്രിയും 3 വർഷത്തെ എക്സ്പീരിയൻസും ഇംഗ്ലീഷ് ഓർ ഹിന്ദി സ്റ്റെനോഗ്രാഫി അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സീനിയർ അസിസ്റ്റന്റ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രിയും 3 വർഷത്തെ എക്സ്പീരിയൻസും ആണ്. പേഴ്സണൽ അസിസ്റ്റന്റ് ബാച്ചിലർ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ, പ്രൊഫഷൻസ് ഇൻ സ്റ്റെനോഗ്രാഫി അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊഫഷണൽ അസിസ്റ്റന്റ് മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ജൂനിയർ എഞ്ചിനീയർ സിവിൽ ബി ഓർ ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ബി ഓർ ബിടെക്കിൽ 50% മാർക്കും 5 വർഷത്തെ എക്സ്പീരിയൻസും ആണ്. അസിസ്റ്റന്റ് ആർച്ചിവിസ്റ്റ് ആണ് അടുത്ത പോസ്റ്റ്, ബാച്ചിലർ ഡിഗ്രിയിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം, അതുപോലെ 5 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അടുത്ത സെമി പ്രൊഫഷണൽ അസിസ്റ്റന്റ് ആണ്, മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത അസിസ്റ്റന്റ് മാനേജർ ഗസ്റ്റ് ഹൗസ് ആണ്, ബാച്ചിലർ ഡിഗ്രി ഹോട്ടൽ മാനേജ്മെന്റ് ഓർ അലൈഡ് ഫീൽഡൊക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം, 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്.
അടുത്ത സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് ആണ്. ബാച്ചിലർ ഡിഗ്രി ഇൻ സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് വിത്ത് സ്റ്റാറ്റിക്സ്, ഡിഗ്രി ഇൻ എക്കണോമിക്സ് അതല്ലെങ്കിൽ കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് അടുത്തത്. ബാച്ചിലർ ഡിഗ്രി 2 വർഷത്തെ എക്സ്പീരിയൻസും ആണ്. സ്റ്റെനോഗ്രാഫർ ബാച്ചിലർ ഡിഗ്രിയും പ്രൊഫഷൻസ് ഉണ്ടായിരിക്കുന്ന സ്റ്റെനോഗ്രാഫിയിൽ. അടുത്ത ലബോറട്ടറി അസിസ്റ്റന്റ് ആണ്. ബാച്ചിലർ ഡിഗ്രി 2 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത്. ഡ്രാഫ്റ്റ്സ്മാൻ ആണ് അടുത്ത പോസ്റ്റ്. ഡിപ്ലോമ അല്ലെങ്കിൽ ഇക്വലന്റ് വിത്ത് 50% മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ സിവിലൊക്കെ പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ 55% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർക്ക് അസിസ്റ്റന്റ് ആണ്. ഡിപ്ലോമ 2 വർഷം ഡിപ്ലോമ 5 വർഷത്തെ എക്സ്പീരിയൻസും ആണ്. ലിഫ്റ്റ് ഓപ്പറേറ്റർ ITI ഡിപ്ലോമ 2 വർഷത്തെ എക്സ്പീരിയൻസും ആണ്. ജൂനിയർ അസിസ്റ്റന്റ് ബാച്ചിലർ ഡിഗ്രിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കുക്കാണ്. 10ാം ക്ലാസ്സും ITI ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. MDS 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രം മതി MDSലേക്ക് അപ്ലൈ ചെയ്യാൻ. അടുത്തത് മെസ് ഹെൽപ്പർ ആണ്. 10ാം ക്ലാസ് പാസ്സവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് മെസ് ഹെൽപ്പിംഗിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത എഞ്ചിനീയറിംഗ് അറ്റൻഡന്റ് ആണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഡിപ്ലോമയാണ്. ലാബ് അറ്റൻഡന്റ് +2 സയൻസ് ആണ് ക്വാളിഫിക്കേഷൻ. അടുത്തത് ലൈബ്രറി അറ്റൻഡന്റ് ആണ്. +2 ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കൂടാതെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ആനിമൽ അറ്റൻഡർ +2 പാസ്സായിരിക്കണം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഗ്രൗണ്ട്സ്മാൻ 10ാം ക്ലാസ് പാസും 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ആന്റി മലേറിയ വർക്കർ 10ാം ക്ലാസ് പാസും 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് എ പോസ്റ്റിലേക്കാണെങ്കിൽ UR EWS OBC 1500, SC ST വുമൺ കാൻഡിഡേറ്റ്സ് 1000 രൂപയാണ് ഫീസ്. PWD ഫീസ് ഇല്ല. അടുത്ത ഗ്രൂപ്പ് ബി ആൻഡ് സി പോസ്റ്റിലേക്ക് UR EWS OBC 1000 രൂപ ഫീസും, SC ST വുമൺ കാൻഡിഡേറ്റ്സിന് 600 രൂപയാണ് ഫീസ്. PWD കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. 40 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. OBC കാൻഡിഡേറ്റ്സിന് 41 വയസ്സ് വരെയും SC ST കാൻഡിഡേറ്റ്സിന് 45 വയസ്സ് വരെയും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഹെഡ് സർവീസ്മെന്റിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്